ആവറേജിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 20 നമ്പേഴ്സിന്റെ ആവറേജ് 32 പിന്നെ അതിൽ 2 നമ്പേഴ്സ് 29, 31 ആണെങ്കിൽ ബാക്കിയുള്ള നമ്പേഴ്സിന്റെ ആവറേജ് എന്തായിരിക്കും? ബാക്കി 18 നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ 20, 2 നമ്പേഴ്സ് 29, 31, ബാക്കി 18 നമ്പേഴ്സിന്റെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഒന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന സം മെത്തേഡിൽ ചെയ്യാം. അത് യൂഷ്വലി ചെയ്യുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ കൺവെൻഷണൽ മെത്തേഡാണ്. അപ്പൊ അതിൽ വരുന്നത് സം 20 നമ്പേഴ്സിന്റെ സം വരാൻ പോകുന്നത് സം നമ്പർ ഇൻറ്റു ആവറേജ് ആണ് സം. അപ്പൊ 20 32 640 ആണ് ആ 20 നമ്പേഴ്സിന്റെയും സം. അതിൽ 2 നമ്പേഴ്സ് 29, 31, അതിന്റെ സം 60 ആണ്. അപ്പൊ 640 60 കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 18 നമ്പേഴ്സിന്റെ സം കിട്ടും. ആ സം ബൈ 18 ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് കിട്ടും. അതൊരു മെത്തേഡ്. അത് നിങ്ങൾ യൂഷ്വലി ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ ഡീവിയേഷൻ മെത്തേഡ് വെച്ച് പറയാം. ഡീവിയേഷൻ മെത്തേഡിൽ അതിന് ബേസിക് ആയിട്ട് അറിയേണ്ടത്, ഒരു ഗ്രൂപ്പില് സം ഓഫ് ഡീവിയേഷൻ എപ്പോഴും 0 ആയിരിക്കും. സം ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അതില് ചെറിയ ചെറിയ ഗ്രൂപ്പാക്കി മാറ്റുകയാണെങ്കിൽ ആ ഗ്രൂപ്പിന്റെയൊക്കെ ഡീവിയേഷന്റെ സം. ഡീവിയേഷൻ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിന്റെയൊക്കെ ആവറേജും ടോട്ടൽ ആവറേജും തമ്മിലുള്ള വ്യത്യാസം. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇനി ഡീവിയേഷൻ ക്ലിയർ അല്ല എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീവിയേഷന് മാത്രമായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 20 നമ്പേഴ്സിന്റെ ആവറേജ് 32 ആണ്. അതായത് ടോട്ടൽ ആവറേജ് വന്നേക്കുന്നത് 32 ആണ്. ടോട്ടലി 20 നമ്പേഴ്സിന്റെ ആവറേജ് വന്നിരിക്കുന്നത് 32 ആണ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? അതിൽ 2 നമ്പേഴ്സ്, ഒരു നമ്പർ 29 ആണ്, അടുത്ത നമ്പർ 31 ആണ്. ഓക്കെ, നമ്മൾ ഡീവിയേഷൻ എടുക്കുമ്പോൾ ഈ നമ്മുടെ ആദ്യത്തെ നമ്പർ 29 എന്നുള്ള നമ്പറിന്റെ ഡീവിയേഷൻ വരുന്നത്, ഇതിന്റെ ഡീവിയേഷൻ ആവറേജ് എന്നുള്ള മാറ്റത്തിനാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് ടോട്ടൽ ആവറേജ് വന്നിരിക്കുന്നത്? അതിന്റെ ഡീവിയേഷൻ -3 ആണ്. ഇതിന്റെ ഡീവിയേഷൻ, ഈ രണ്ടാമത്തെ നമ്പറിന്റെ ഡീവിയേഷൻ നോക്കുകയാണെങ്കിൽ അതിന്റെ ഡീവിയേഷൻ വരുന്നത് -1 ആണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് നമ്പേഴ്സിന്റെ ഡീവിയേഷൻ വന്നേക്കുന്നത് -3 + -1 -4 ആണ് വന്നേക്കുന്നത്. ആണെങ്കിൽ ബാക്കിയുള്ള നമ്പേഴ്സിന്റെ, ബാക്കി ഇവിടെ 18 നമ്പേഴ്സ് ഇവിടെ കിടപ്പുണ്ട്. ഇപ്പം ഒരു നമ്പർ, രണ്ടാമത്തെ നമ്പർ, ബാക്കി 18 നമ്പേഴ്സ് ഉണ്ട്. ഈ 18 നമ്പേഴ്സിന്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡീവിയേഷൻ 0 ആയിരിക്കണമല്ലോ, +4 ആയിരിക്കും ഇവരുടെ ഡീവിയേഷൻ വരാൻ പോകുന്നത് 18 നമ്പേഴ്സിന്റെ. ഇനി 18 നമ്പേഴ്സിന്റെ ഡീവിയേഷൻ, ഇപ്പൊ ഈ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ ഡീവിയേഷൻ എപ്പോഴും 0 ആയിരിക്കും. നമ്മൾ ആ 2 നമ്പേഴ്സിന്റെ ഡീവിയേഷന്റെ സം എടുത്തപ്പോൾ അത് -4 ആണെന്ന് കിട്ടി. അപ്പൊ ബാക്കിയുള്ള 18 നമ്പേഴ്സിന്റെ ഡീവിയേഷൻ +4 ആണെങ്കിൽ മാത്രമേ അവിടെ നെറ്റ് 0 ഡീവിയേഷൻ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ 18 നമ്പേഴ്സിന്റെ ഡീവിയേഷൻ -4 2 നമ്പേഴ്സ് ആയതുകൊണ്ട് ഇതിന്റെ +4 എന്നുള്ള രീതിയിലുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ ഡീവിയേഷൻ +4 എന്ന് പറയുന്നത്, ഡീവിയേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ആവറേജ് എന്നുള്ള മാറ്റാണെന്നുള്ളത്. ഓക്കെ, അത് 18 നമ്പേഴ്സിനും കൂടിയിട്ടാണ് +4 വന്നേക്കുന്നത്. നമുക്ക് വേണ്ടത് ഒരു നമ്പറിന്റെ ഒരു ആവറേജ് എന്ന് പറയുമ്പോൾ 18 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ. അപ്പൊ ഒരു നമ്പറിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ അത് +4/18 ചെയ്യാം. 4/18 എന്ന് പറയുമ്പോൾ 2/9 ഒരു വാല്യൂ കിട്ടും. അപ്പൊ നമ്മുടെ ഡീവിയേഷൻ, ഇവിടുത്തെ ആവറേജ് വരാൻ പോകുന്നത് +4/18 ആണ് അതിന്റെ ഡീവിയേഷൻ. അപ്പൊ അതിന്റെ ആവറേജ് വരാൻ പോകുന്നത് നമ്മുടെ 32 പ്ലസ് ആ വാല്യൂ 4/18 ആണ്. 32 ഒരു വാല്യൂ കിട്ടും. 32.2 ആൻസർ മാത്രമേ ഡി മാത്രമേ ഉള്ളൂ. 32.22 ആണ് ആൻസർ. 2/9 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.22 തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഇത് ചെയ്യേണ്ട മെത്തേഡ്. നമ്മൾ ചെയ്തേക്കുന്നത് ടോട്ടൽ 20 നമ്പേഴ്സിന്റെ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, ബാക്കി 18 നമ്പേഴ്സ്. ഇപ്പൊ 20 നമ്പേഴ്സിന്റെയും ഡീവിയേഷന്റെ സം 0 ആണ് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഫസ്റ്റ് നമ്പറിന്റെ ആവറേജ് 29 ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പറിന്റെ വാല്യൂ 29 ആണ്. അതിന്റെ ഡീവിയേഷൻ, അതായത് ആവറേജ് എന്നുള്ള മാറ്റം -3 ആണ്. സെക്കൻഡ് നമ്പറിന്റെ വാല്യൂ 31 ആണ്. അപ്പൊ അതിന്റെ ഡീവിയേഷൻ ആവറേജ് എന്നുള്ള മാറ്റം -1 ആണ്. ഇനി ബാക്കി 18 നമ്പേഴ്സിന്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്ത് വരണം? ഇതിപ്പോ -3 -1 -4 ആണ് ഈ രണ്ട് നമ്പേഴ്സിനെയും കൂടിയുള്ള ഡീവിയേഷൻ. ബാക്കി 18 നമ്പേഴ്സിനെയും കൂടിയുള്ള ഡീവിയേഷൻ +4 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെറ്റ് ഡീവിയേഷൻ 0 കിട്ടുള്ളൂ. ഓക്കെ, ഇനി +4 ആണ് ഈ 18 നമ്പേഴ്സിന്റെ ഡീവിയേഷൻ നമുക്ക് കിട്ടിയപ്പോൾ അതിൽ ഒരു നമ്പറിന്റെ ഡീവിയേഷൻ +4/18, അതല്ലെങ്കിൽ 0.222 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 32 + 0.22 ആണ് അവരുടെ ആവറേജ് വരുന്നത്. ഞാനിവിടെ ഡയറക്റ്റ് ഇത് സോൾവ് ചെയ്യാതെ +4/18 അല്ലാതെ ഒരു വാല്യൂ, 4/18 നമ്മൾ പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്, 2/9 പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്. അതല്ലാതെ ഒരു വാല്യൂ കിട്ടുകയാണെങ്കിൽ ഓപ്ഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. അത് <1 ആയിട്ടുള്ള നമ്പർ ആണ്. അപ്പൊ 32 പോയിന്റ് സംതിങ് ആണ് കിട്ടാൻ പോകുന്നത്. 32 പോയിന്റ് സംതിങ് ആയിട്ട് ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ.